നമ്മളൊക്കെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുന്നവരാണല്ലേ. ഇങ്ങനെയുള്ള ഫോട്ടോകൾ പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനായി അവരുടെ കമ്പ്യൂട്ടറുകളിൽ തന്നെ സേവ് ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ ഈ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ. കാസർഗോഡ് സ്ത്രീകളുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച ഒരു ബിരുദനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കേസിൽ സ്റ്റുഡിയോ ആൽബം ഡിസൈനറായ അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 30-ലധികം യുവതികളുടെയും പെൺകുട്ടികളുടെയും ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. ടെലിഗ്രാമിൽ ചിത്രം കണ്ടതോടെ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. സ്റ്റുഡിയോ ആൽബം ഡിസൈനിങ്ങിന്റെ മറവിൽ യുവതികളുടെയും പെൺകുട്ടികളുടെയും ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി ടെലിഗ്രാം ആപ്പ് വഴി പ്രചരിപ്പിച്ചുവെന്ന കേസിലാണ് പ്രതി പിടിയിലായത്. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരയിണ്ണി സ്വദേശിയും ആൽബം ഡിസൈനറുമായ അനൂപിനെയാണ് കാസർഗോഡ് സൈബർ സെല്ലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിൽ 30-ലധികം ഫോട്ടോകൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി പ്രതി ടെലിഗ്രാം ആപ്പ് വഴി പ്രചരിപ്പിച്ചുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്ന് 32ഓളം പേരുടെ ഫോട്ടോകൾ കൈക്കലാക്കി അതുപയോഗിച്ചാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ ടെലിഗ്രാമിൽ പ്രചരിപ്പിച്ചിരുന്നത്. അനൂപിന്റെ അക്കൗണ്ടിലൂടെയാണ് ചിത്രങ്ങൾ പുറത്തുവന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. നമുക്ക് കിട്ടിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശവാസികളുടെ തന്നെ ഫോട്ടോകൾ ഈ മോർഫ് ചെയ്തിട്ട് വിവിധ സമൂഹ മാധ്യമങ്ങളെ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നു. അതിനകത്ത് ആ നാട്ടുകാരായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. പിന്നെ അതേ ഗ്രൂപ്പിൽ തന്നെ ഈ പുരുഷന്മാരുടെ ഫോട്ടോസും പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പരാതികൾ വന്നു. നമ്മളങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അങ്ങനെ ആ പ്രചരിപ്പിച്ച സമൂഹ മാധ്യമങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചു. അപ്പോൾ നമുക്ക് ഈ പ്രതിയിലേക്ക് നയിക്കുന്ന ഡീറ്റെയിൽസ് കിട്ടി. അതിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു. അങ്ങനെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടിയ പരാതി ആദ്യം ഒരു പരാതിയായിരുന്നു. അത് പ്രകാരമാണ് കേസെടുത്തത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ അതും കൂടാതെ മറ്റ് നിരവധി ആളുകളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചേർത്ത് അന്വേഷിക്കുന്നുണ്ട്. ടെലിഗ്രാമിൽ ചിത്രം കണ്ടതോടെയാണ് പെൺകുട്ടികൾ പരാതി നൽകിയത്. ആഴ്ചകൾക്ക് മുൻപ് ഒരു പെൺകുട്ടി സൈബർ സെല്ലിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് യുവാവിനെ വിളിച്ചു വരുത്തിയെങ്കിലും മൊഴി നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു. പിന്നീട് 3 പെൺകുട്ടികൾ കൂടി പരാതിയുമായി മുന്നോട്ട് വരികയും മൊഴി നൽകുകയും ചെയ്തതോടെ കേസെടുക്കുകയായിരുന്നു. കൂടുതൽ യുവതികൾ പരാതിയുമായി മുന്നോട്ട് വരാൻ ഇടയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ന്യൂസ് 18 കാസർഗോഡ്.